ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാത്രി ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചോണ്ട് പല ഹോൾസെയിലേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് സാധനം എടുക്കും. നമ്മുടെ അടുത്തുനിന്നല്ല, പല കടകളിൽ നിന്നായിട്ട് സാധനം എടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ഫസ്റ്റ് പർച്ചേസിൽ തന്നെ അവരുടെ ബിസിനസ് എന്താണ് നിന്ന് പോവാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം എടുക്കുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു നൈറ്റി പീസ് ഒരു 5 പീസ് എടുക്കും, പിന്നെ 3 പീസ് ഒരു 3 പീസ് എടുക്കും, പിന്നെ കോഡ് സെറ്റ് 2 പീസ് എടുക്കും. അങ്ങനെ കുറച്ച് എല്ലാത്തിൽ നിന്നും എടുക്കുമ്പോൾ എന്താ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു ബിസിനസ് അതോടെ നിന്ന് പോകണതാണ്. അതായത് എപ്പോഴും ബിസിനസ് റണ്ണാവുന്നത് സെലക്ഷനിലൂടെയാണ്. ഉദാഹരണത്തിന് സെലക്ഷൻ വൈസ് നോക്കുമ്പോഴേക്കും സൈസ് വൈസും സെലക്ഷൻ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ കളർ വൈസും സെലക്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും അവിടെ കട്ടാകുമ്പോഴാണ് ബിസിനസ് എപ്പോഴും നിന്ന് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത് വരുമ്പോൾ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മൈൻഡിൽ ഒന്നില്ലെങ്കിൽ ഇത് വിറ്റ് പോവില്ല എന്നുള്ളൊരു നെഗറ്റീവ് മൈൻഡ് ഒരു ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം പൈസ ബഡ്ജറ്റ് കുറവുള്ളതിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനൊരു റീസൺ, ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിൽ കുറച്ച് ബഡ്ജറ്റ് ഉള്ളെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് നൈറ്റി പീസിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കോഡ് സെറ്റിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അതിനകത്ത് തന്നെ ലാഭം നിങ്ങൾക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ ഒരു 5-6 പർച്ചേസ് അതിൽ തന്നെ ചെയ്തിട്ട് വിറ്റ് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താണ് ബഡ്ജറ്റ് വരുമ്പോഴേക്കും എന്താ ബാക്കിയുള്ള ഐറ്റത്തിലോട്ടും പയ്യെ കയറി വരാൻ നോക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഒരു പർച്ചേസിൽ തന്നെ നമ്മുടെ ബിസിനസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഐഡിയയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഏതൊരു ബിസിനസ്സും റണ്ണാവുന്നത് അത് അതിൻ്റെ സെലക്ഷൻസിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിലേക്കാണ് റണ്ണാവുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും പീസ് 10 പീസ് ഒരു ഐറ്റത്തിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 20 പീസ് ഒരു ഐറ്റത്തിലെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം അവിടെ കൊണ്ട് നിർത്തേണ്ടി വരും, ചിലപ്പോൾ വിറ്റ് പോകില്ല എന്നുള്ളൊരു മൈൻഡ് വന്നുകൊണ്ടാണ് ഇതിനൊക്കെ മെയിൻ കാരണം, ബഡ്ജറ്റിനേക്കാളും മെയിൻ കാരണം അവിടെയാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ മാത്രം ആദ്യം ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ പൈസ പിന്നെ റിട്ടേൺ ആക്കി എടുത്തെടുത്ത് റൊട്ടേഷൻ നടക്കണം. എപ്പോഴും ബിസിനസ്സിൽ റൊട്ടേഷൻ നടക്കാണ്ട് വരുമ്പോഴാണ് നമുക്ക് ബിസിനസ് നിർത്തേണ്ടി വരുന്നത്.